ഹലോ ഡിയേഴ്സ്. അപ്പം നമ്മൾ സൺഡേ ഉച്ചയ്ക്ക് ശേഷം ഒരിടത്തോട്ട് പോവുകയാണ് ഗൈസ്. ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് സൺഡേ ഒക്കെ ഉള്ള അവധി. അങ്ങനെ പുതിയ ഡ്രസ്സാണ് കേട്ടോ, നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുത്ത പുതിയ ഐറ്റം ആണ്. നല്ല ഹാൻഡ് വർക്കാണ് കേട്ടോ, ചിനോൺ സിൽക്ക് വരുന്ന നല്ല ഒരു ഗ്രീൻ കളർ വരുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ പുറത്തോട്ട് പോവുകയാണ്. നേരെ നമ്മൾ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചായയൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അങ്ങനെയൊക്കെ പഴംപൊരിയും ചായയും കൂടി മേടിച്ചുകൊണ്ട് വന്നു ഗൈസ്. നല്ല അടിപൊളി ചായയാണെന്ന് പറഞ്ഞതാണ് കേട്ടോ, ഞങ്ങളുടെ അവിടെ അടുത്തുള്ള ഒരു ചെറിയൊരു ടീ ഷോപ്പിൽ നിന്നാണ്. അങ്ങനെ ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് നമ്മൾ യാത്ര തുടങ്ങി ഗൈസ്. അങ്ങനെ നേരെ നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ന് ലുലു മോളിൽ പോകുമ്പോഴും ഭീമാ പള്ളിയിൽ നമ്മൾ കയറാൻ അങ്ങ് വിട്ടു. അങ്ങനെ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞിരിക്കാം നമുക്ക് ഭീമാമ്മച്ചാട് അവിടെ ഒന്ന് പോയി യാസീനൊക്കെ ഓതിയിട്ട് പോകാമെന്ന്. അങ്ങനെ അവിടെ യാസീനൊക്കെ കയറി ഓതി നമ്മൾ ഭീമാമ്മച്ചായൊക്കെ കണ്ടിട്ട് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഇറങ്ങിയതിന് ശേഷം അവിടെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. നല്ല പലഹാരങ്ങൾ പൊരിക്കുന്നതും അതുപോലെ തന്നെ പൈനാപ്പിളും മാങ്ങയും അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ കുഞ്ഞുങ്ങട കുപ്പിവള അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ഞങ്ങൾ നേരെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലു മോളിലാണ് കേട്ടോ. ലുലു മോളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചുങ്ങൾക്ക് എപ്പോഴും അവിടെ ചെന്നാൽ മതി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ലുലു മോളിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ യാത്ര തിരിച്ചു നേരെ ലുലുവിലോട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫെസ്റ്റ് കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പം നല്ല പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു, നിലവിളക്കൊക്കെ വെച്ച് അടിപൊളിയായിരുന്നു. അങ്ങനെ ആ ഡാൻസൊക്കെ കുറച്ച് സമയം കണ്ടുകൊണ്ടിരുന്നു ഗൈസ്. അതിനുശേഷം പിന്നെ നമ്മൾ മുകളിലോട്ട് കയറി പോവുകയാണ്. കാര്യം ഫുഡ് കഴിച്ചിട്ട് കുറേ ടൈമായി. അങ്ങനെ ഉച്ചയ്ക്ക് കഴിച്ചതാണല്ലോ. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാനായിട്ടൊക്കെ പോയിരിക്കുകയാണ് ഗൈസ്. സ്കൂൾ തുറക്കുന്ന കാര്യമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പം വെയിറ്റർ കൊണ്ടുവന്നപ്പോൾ പിന്നെ അവിടെ ഒരു യുദ്ധമാണ് ഗൈസ്. അങ്ങനെ ഇതാ കൊണ്ടുവന്നു. എന്തൊക്കെയോ ഒക്കെ ഓർഡർ ചെയ്തു. ചിക്കൻ മൊമോസ്, ലോലിപോപ്പ്, പിന്നെ മൊജിറ്റോ, പിന്നെ പെപ്സി ഉണ്ടായിരുന്നു, പിന്നെ നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ചിക്കൻ മൊമോസൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ലോലിപോപ്പ് സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഫുഡൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ സെറ്റായിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ അടിപൊളി ഐറ്റംസ് ആയിരുന്നു. അതൊക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ചതിന് ശേഷം നല്ല തിരക്കായിരുന്നു കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സൺഡേയും കൂടിയാണ്, പിന്നെ വെക്കേഷൻ തീരെയില്ലേ, അപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞേക്കാടുത്ത് പറഞ്ഞ് നമുക്ക് അപ്പോൾ അവിടുത്തെ ഫ്ലോറും കാര്യങ്ങളും ആ പ്രോഗ്രാം നടന്നതൊക്കെ ഏകദേശം കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഞേക്കാടുത്ത് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് പോകാം, മക്കൾക്ക് സ്കൂളിൽ പോകണം. അങ്ങനെ നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി ഗൈസ്. ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തു. ഇവനെ ഇങ്ങനെ ഇരുത്തിയാലേ ശരിയാവുള്ളൂ. ഇവനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ലുലു ഒക്കെ ശരിയാക്കി ഇവൻ കൊണ്ടുതരും. അങ്ങനെ നമ്മൾ ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തു. അതിനുശേഷം ബില്ലടിക്കാനായിട്ട് വെച്ചേട്ടോ. അപ്പോൾ ഇഡ്ഡലിയുടെ മാവൊന്നും ഞാൻ അരി വെള്ളത്തിൽ ഇട്ടില്ലായിരുന്നു ഗൈസ്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി അതൊക്കെ മേടിച്ചു. ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്തെല്ലാം ബില്ലടിച്ചു. അതിനുശേഷം നമ്മൾ നേരെ പോവുകയാണ്, തിരിച്ച് നമ്മൾ പോവുകയാണ്. അപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആളുകൾ. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഐറ്റംസൊക്കെ ഏകദേശം എടുത്ത് നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ്. പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് നോക്കിയപ്പോൾ നല്ല ഐസ്ക്രീം കേട്ടോ. അങ്ങനെ അത് മേടിച്ച് കുടിച്ചു. പിന്നെ അതിനുശേഷം ഞാനും ടൈം നിന്ന് ടാറ്റ പറഞ്ഞുകൊണ്ട് പോവുകയാണ് ഗൈസ്. അപ്പം നമ്മൾ ട്രോളൊക്കെ കൊണ്ട് പോവുകയാണ്. മക്കൾ ഫ്രണ്ടിൽ കൊണ്ട്. അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു ലോങ് വ്ലോഗുമായിട്ട് കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.